ശ്രീമതി പി ഇന്ദിര തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം മാഡം. ആദ്യം തന്നെ ആശംസകൾ. കണ്ണൂർ മേയറായി ഇപ്പോൾ പ്രഖ്യാപനം എത്തുമ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് കാര്യം മേയർ സ്ഥാനത്തേക്ക് ഉറപ്പായിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു ചെറിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ പരിഹാരമായിരിക്കുന്നു, പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. ആദ്യ പ്രതികരണം എന്നുള്ള രീതിയിൽ എന്താണ് ഇപ്പോൾ? ഉറപ്പായിരുന്ന ഒരു സ്ഥാനമാണിത് എന്നറിയാം. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഇത്തവണ ഈ മത്സരം നല്ല കടുത്ത മത്സരമായിരുന്നു. നമുക്കറിയാം, വോട്ടുകളുടെ ഡിഫറൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം. വിമത ഉൾപ്പെടെ ഉണ്ടായിരുന്ന മത്സരമായിരുന്നു അല്ലേ? അതെ അതെ അതെ. ഇനിയിപ്പോൾ എന്താണ് ഈ ആദ്യ പ്രതികരണം എന്ന നിലയിൽ നമ്മുടെ വോട്ടേഴ്സിനോട് പറയാനുള്ളത് എന്താണ്? അല്ല, ശരിക്കും വോട്ടർമാർ എന്നെ ജയിപ്പിച്ചു. അതന്നെ ആദ്യമായിട്ടുള്ള അതിലുള്ള സന്തോഷം, അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് എന്റെ പാർട്ടിയോടുള്ള കടപ്പാട്. പാർട്ടി എനിക്ക് ഒരുപാട് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഞാൻ ഡെപ്യൂട്ടി മേയറാണ് നിലവില്. അതൊക്കെ പാർട്ടി തന്ന അംഗീകാരമാണ്. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോ ഈ അംഗീകാരവും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് എന്റെ പാർട്ടിയോടുള്ള കടപ്പാട്, എനിക്ക് പറഞ്ഞാൽ തീരാത്തത്ര കടപ്പാട് എനിക്ക് എന്റെ പാർട്ടിയോടുണ്ട്. പാർട്ടി എന്നുള്ളത് മാത്രമല്ല, മുതിർന്ന നേതാക്കളുടെ പേരും എടുത്തു പറയണം. എന്റെ നേതാക്കന്മാര് കെ സുധാകരൻ ഉൾപ്പെടെ, കെ സുധാകരന്റെ എന്താ പറയാ, അങ്ങനെ അവരുടെ ഇതിൽ വളർന്നു വന്ന ആളുകളാണ്. അദ്ദേഹത്തിന്റെ ആശീർവാദവും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ഒക്കെ തന്നെയാണ് ഇതിന്റെ ഇതുള്ളത്. പിന്നെ എന്റെ മുതിർന്ന എല്ലാ നേതാക്കന്മാരും, സംസ്ഥാന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, രമേശ് ഉൾപ്പെടെ, കെ സി വേണുഗോപാൽ ഉൾപ്പെടെ എല്ലാവരും, കണ്ണൂർ ജില്ല എന്റെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ, കെ പ്രമോദാട്ടൻ, TO മോഹനൻ, കെ മോഹനൻ, രാജ, എല്ലാവരും ഓരോരാളി പേരെടുത്ത് പറയാൻ പറ്റില്ല. അത്രമാത്രം ഓരോരാളുകളുടെയും ഒരു എന്താ പറയാ അനുഗ്രഹവും ആശീർവാദവും തന്നെയാണ് എനിക്ക് ഇതിലെത്താൻ സാധിച്ചിട്ടുള്ളത്. അതിലൊരു സംശയമില്ല. എന്നെ വളർത്തിക്കൊണ്ടുവന്ന എന്റെ നേതാക്കന്മാരാണ് ഇവരൊക്കെ തന്നെ. KSU കാലഘട്ടത്തിൽ എന്റെ കൂടെ എന്റെ വളർച്ച നോക്കിക്കണ്ട് എനിക്ക് എല്ലാ ഇതും തന്ന ആളുകളാണ് ഈ നേതാക്കന്മാരൊക്കെയും. ഈ പറയുന്ന ഓരോരാളും എന്റെ KSUവിന്റെ കാലം തൊട്ട് എന്നെ വളർത്തിക്കൊണ്ടുവരാൻ പങ്കുവഹിച്ച ആളുകളാണ്. അപ്പൊ എന്റെ എല്ലാ കടപ്പാടും എനിക്ക് അവരോടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ചെറുപ്പം മുതൽ ഇങ്ങനെ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിന്റെ, അതുപോലെ കോർപ്പറേഷനിലാണെങ്കിലും കൗൺസിലർ ആയിരുന്നു, ഡെപ്യൂട്ടി മേയർ ആയിരുന്നു, അതെല്ലാം ആ പ്രവർത്തന പരിചയം തുണയാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. പ്രത്യേകിച്ച് നമ്മളൊരു വനിതാ മേയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾക്കും വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. താങ്ക് യു. നന്ദി മാഡം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.